ഹായ്, അസ്സലാമു അലൈക്കും. കറികളൊന്നും തന്നെ ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നതിന് ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. 125 ml കപ്പിൽ 2 കപ്പ്. അത് നന്നായി കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് വെച്ചു. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ബൗൾ വെള്ളത്തിലേക്കിട്ട് 2 മിനിറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കണം. അല്ലാതെ ഇപ്പം എല്ലാവരുടെ വീട്ടിലും മൈക്രോവേവ് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് തക്കാളി മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് 5 മുതൽ 6 മിനിറ്റ് വരെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താലും മതിയാകും. ആ സമയത്ത് നമുക്ക് ആവശ്യമായ വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഞാനിവിടെ 3 കളറിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഹാഫ് പോർഷൻ മാത്രമേ ഞാനിവിടെ ഫ്രൈഡ് റൈസിനായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ക്യാപ്സിക്കം എല്ലാം നമുക്കിതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് വെജിറ്റബിൾസിൽ മാറ്റം വരുത്താം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ക്യാപ്സിക്കം 3 കളേഴ്സ് അവൈലബിൾ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ 3 കളേഴ്സ് ക്യാപ്സിക്കം എടുത്തത്. ക്യാപ്സിക്കം എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിവിടെ 4 അല്ലി വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതും ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിവിടെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഒരു പച്ചമുളക് കൂടി ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വലിപ്പത്തിലുള്ളൊരു സവാള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു ചോപ്പറിലേക്ക് ഇട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈഡ് റൈസിന് ആവശ്യമായ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ യൂസ് ചെയ്യുക. ഒരിക്കലും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച സവാള കൂടി ഇട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ചെറിയൊരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ക്യാപ്സിക്കം എല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കണം. ക്യാപ്സിക്കമൊക്കെ ഹാഫ് കുക്ക് ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ക്യാരറ്റ് ആഡ് ചെയ്ത് അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം മാത്രം ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കമൊക്കെ ചെറുതായിട്ടൊന്ന് കുക്കായി വരണം. അപ്പോൾ അത് കുക്കാവുന്ന ടൈമിൽ നമ്മൾ നേരത്തെ മൈക്രോവേവ് ചെയ്ത് വെച്ച ടൊമാറ്റോ അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇത് വഴറ്റി തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. തക്കാളിയുടെ പേസ്റ്റൊക്കെ നന്നായി വെന്തതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കുക.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡബിൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് 2 കപ്പ് അരിക്ക് നമ്മൾ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 4 കപ്പ് വെള്ളം അളന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ചൂടാക്കിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടാക്കിയ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. തിള വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരൊഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് ശരിക്കും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ബീറ്റ് ചെയ്ത ഒരു മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്യുക. നേരത്തെ റെഡിയാക്കി വെച്ച ഫ്രൈഡ് റൈസിൽ നിന്ന് ഞാൻ കുറച്ച് പോർഷൻ ഈ ഫ്രൈ പാനിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിലേക്കാണ് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് എഗ്ഗ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഫ്രൈഡ് റൈസ് സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതെപ്പോഴും ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഒരു കറിയോ സോസോ ഒന്നും തന്നെ ഇല്ലാതെ ഈ ഫ്രൈഡ് റൈസ് കഴിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും സ്പ്രിംഗ് ഓണിയൻസും ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈസി ആയിട്ടുള്ള ഈ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. Thank you for watching.